തേന്മാവിൻ കൊമ്പത്ത് ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ഞാനത് പ്രീതിയാ. ഓ, മോളായിരുന്നോ? ഫോണില് മോളുടെ ശബ്ദം എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാ ചോദിച്ചെ. വിക്രമോന് വേദനയൊക്കെ കുറവുണ്ട് ഇപ്പോ? കണ്ണിനല്ലേ പരിക്ക് പറ്റിയേ? അതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാ ഫോൺ ചെയ്ത്. ഡോക്ടർ ഇപ്പൊ വന്ന് മരുന്നൊക്കെ കൊടുത്ത് പോയേ ഉള്ളൂ. ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു, ടാബ്ലറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇനി 2 ദിവസം കൊണ്ട് ശരിയാവുന്ന ഡോക്ടർ പറഞ്ഞേ. എന്റെ ഈശ്വര, മോള് പറഞ്ഞത് കേട്ടപ്പോഴാ മനസ്സിനൊരു സമാധാനായത്. മോന് പറ്റിയ അപകടം പരിക്കൊക്കെ ആലോചിക്കുമ്പോ തന്നെ മനസ്സ് തകരുക മോളെ. പേടിക്കാൻ മാത്രം ഒന്നുമില്ല അമ്മേ, ഇപ്പൊ തന്നെ കുറെ ഓക്കെ ആയിട്ടുണ്ട്. വിക്രം ഇപ്പോ റെസ്റ്റ് എടുക്കാം. നാളെ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞാ മതിയോ? ശരി മോളെ. പ്രീതി, ആരാ വിളിക്കുന്നേ? കുറെ നേരമായിട്ട് സംസാരിക്കുന്നല്ലോ. നീലയുടെ മുത്തശ്ശി സംസാരിക്കുന്നേ. ഇങ്ങതാ, ഞാൻ സംസാരിക്കാം. അമ്മേ, ഒന്ന് ലൈൻ നിൽക്കേ. വിക്രമൻ അമ്മയോടൊന്ന് സംസാരിക്കണോന്ന്. ഇതേ വിക്രം, സംസാരിച്ചോ. അമ്മേ, നിലയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഉറങ്ങാ അവള്. നിലയ്ക്ക് ഏർക്കാട് നടന്ന സംഭവം മനസ്സിന് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അവള് ശരിക്കും പേടിച്ചിട്ടുണ്ട്, അതെനിക്ക് വിഷമായത്. ജോളിയായിട്ട് ഒരു സെലിബ്രേഷൻ നടത്താൻ പോയ സ്ഥലത്ത് എന്തൊക്കെയോ സംഭവിച്ചു. സത്യമായിട്ടും പറയാ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കൊച്ചുകുട്ടിയല്ലേ അവള്. അവിടെ എത്ര വലിയൊരു പാതാളക്കുഴി വീണ് ആലോചിക്കാൻ പോലും പറ്റാത്ത പല സംഭവങ്ങളും അവിടെ നടന്നത്. സോറി കേട്ടോ. അയ്യോ മോനെ, മോൻ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് പറ. മോൻ എന്തിനിപ്പ സോറിയൊക്കെ പറയുന്നേ? ഇതാരും വേണോന്ന് വെച്ച് ചെയ്തതൊന്നും അല്ലല്ലോ. പക്ഷെ ദൈവം ഉണ്ടല്ലോ, ആ ദൈവം നമ്മുടെ കവിൻ മോന്റെ രൂപത്തിൽ വന്ന് എന്റെ പേരക്കുട്ടിയെ രക്ഷപ്പെടുത്തിയില്ലേ? അത് ചിന്തിച്ച് നമ്മൾ ആശ്വസിക്കുന്നതിന് പകരം നടന്നതിനെ കുറിച്ച് പിന്നെയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു കാര്യമില്ല. ഇല്ല, എത്ര കാലം കഴിഞ്ഞാലും എന്റെ ജീവിതത്തിൽ ഈ കാര്യം എനിക്ക് മറക്കാനേ കഴിയില്ല. എന്റെ ഉള്ളിന്റെ ഉള്ളില് ഇത്രയും വേദന ഉണ്ടാക്കിയ മോശപ്പെട്ട ദിവസം എന്ന് പറഞ്ഞാൽ അത് ഈ ഏർക്കാട് ട്രിപ്പ് തന്നെയാണ്. എനിക്ക് നിലയിൽ കണ്ട ദിവസം മുതല് ഇന്ന് വരേക്കും, ഇപ്പൊ ഈ സെക്കൻഡ് വരെയും എനിക്ക് വളരെ അടുപ്പുള്ളൊരു കുട്ടിയായിട്ടാ തോന്നുന്നത്. സത്യം പറഞ്ഞ അവളെ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെ കാണുന്നത്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. നിലയ്ക്കൊന്നും സംഭവിക്കാൻ പാടില്ല. സൂക്ഷിക്കണം അമ്മേ. അവൾ വളരെ സന്തോഷമായിട്ട് ഒരു കഷ്ടപ്പാടും അനുഭവിക്കാതെ ഒരു പൂമ്പാറ്റയെ പോലെ സന്തോഷമായിട്ട് പറന്ന് ചിരിച്ചുകൊണ്ട് ഹാപ്പിയായിട്ട് ജീവിക്കണം. എനിക്കത് മാത്രം മതി. എന്നാ ഏർക്കാട് വെച്ച് അങ്ങനെ സംഭവിച്ചത് ഇപ്പോഴും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. സ്വന്തം മോളോട് നിനക്ക് ഇത്രയും സ്നേഹമുണ്ട് മോനെ. എത്രയും വേഗം നില മോന്റെ മോളാണെന്ന് നീ തിരിച്ചറിയും. ശരിയമ്മേ, നെല്ലിയോടൊന്ന് സംസാരിക്കാന്നാ വിചാരിച്ചത്. അവള് ഉറങ്ങിക്കാണുമല്ലേ? ഞാൻ പിന്നെ വിളിക്കാം. ഉറങ്ങട്ടെ അവള്. നാളെ രാവിലെ ഞാൻ നേരിട്ട് വന്ന് നെല്ലിയെ കണ്ടോളാം. അയ്യോ, വീണ്ടും ഇങ്ങോട്ട് വരുന്ന കാര്യമാണല്ലോ പറയുന്നത്. ഇങ്ങോട്ട് വന്ന വിജയെ കാണുമല്ലോ. മോനെ നോക്ക്, മോനിപ്പോ കണ്ണിന് പരിക്ക് പറ്റിയിരിക്കല്ലേ? റെസ്റ്റ് എടുക്ക. 2-3 ദിവസം കഴിഞ്ഞ് നിലമോളെ ഞാൻ തന്നെ അങ്ങോട്ട് കൊണ്ടുവരാം. ഇല്ല, വേണ്ടമ്മേ. അല്ലെങ്കിൽ തന്നെ നില പേടിച്ചിരിക്കല്ലേ. അവളെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കൊണ്ട് വന്ന് കഷ്ടപ്പെടുത്തണ്ട. ഞാൻ അങ്ങോട്ട് വന്നോളാം. ശരി മോനെ, മോൻ ഇപ്പൊ റെസ്റ്റ് എടുക്ക. നാളത്തെ കാര്യമൊക്കെ പിന്നെ സംസാരിക്കാം. എന്നാ പിന്നെ ഞാൻ ഫോൺ വെക്കട്ടെ. വിക്രം, നീ നന്നായിട്ട് റെസ്റ്റ് എടുക്ക. വല്ലാതെ ടയേർഡായിരിക്കില്ലേ?
വാ നമുക്ക് അങ്ങോട്ട് പോവാം. അമ്മ ആ എന്തു പറ്റി? ആം, കവിന്റെ അച്ഛൻ ഇപ്പൊ കുറവുണ്ടോ? അദ്ദേഹത്തോട് സംസാരിച്ചോ? ദേ സംസാരിച്ച് വെച്ചേ ഉള്ളൂ. കണ്ണിനെ പറ്റി പരിക്ക് കുറവുണ്ടെന്നാ പറയുന്നത്. കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ വെച്ചതേ ഉള്ളൂ. നാളെ സംസാരിക്കാന്നാ പറഞ്ഞ്. അങ്ങനെയാണോ? ശരി അമ്മ, സമയായില്ലേ, ഞാൻ എന്നാ പോയി ഉറങ്ങട്ടെ. എന്നാ ശരി പ്രിയ. ശരി, എന്നാ ഞാനും വീട്ടിലേക്ക് പോവാം. നിങ്ങൾ റെസ്റ്റ് എടുത്തോ. ഗുഡ് നൈറ്റ്. വെറുതെ ഓരോന്നും ആലോചിക്കണ്ട. എന്റെ ദൈവമേ, ഇങ്ങനൊരു ഗതികേട് ആർക്കും തന്നെ വരുത്തല്ലേ. നില, നില, മോളെ എന്തു പറ്റി? നില, നില, മോളെ എന്നെ നോക്ക്, നോക്ക്, മോളെ എന്നെ നോക്ക്. നില, മോളെ, മോളെ ഒന്നുമില്ല. നിലമോള് നിനക്ക് അറിയുന്നേ? മോളെ നോക്ക്, നോക്ക്, അമ്മ, ദേ, അമ്മ ഇവിടെ ഉണ്ട്. നോക്ക് നില, അമ്മ നോക്ക്. മോളെ ഒരു മിനിറ്റ്, അമ്മ നോക്ക്. മോളെ നോക്ക്, അമ്മ ഇവിടെ ഉണ്ട്. നോക്ക് മോളെ, ഒന്നുമില്ല, ഒന്നുമില്ല, പേടിക്കണ്ട. നോക്ക്, ഒന്നുമില്ല. മോളെ ഇങ്ങോട്ട് നോക്ക്, അമ്മേ നോക്ക് മോളെ. ഒന്നുമില്ല, ഞാൻ നിന്റെ അടുത്ത് തന്നെ ഉണ്ട്. കണ്ണു തുറന്ന് നോക്ക്. നിന്നെ രക്ഷിച്ചു കൊണ്ടുവന്നു മോളെ. നിനക്കൊന്നുമില്ല ഇപ്പോ. മോളെ നോക്ക്, മോളിപ്പോ ആ കുഴിയുടെ അകത്തല്ല. മോളെ നമ്മുടെ വീട്ടിലാ ഉള്ളത്. നോക്ക് മോളെ, മുത്തശ്ശിയെ നോക്ക്, മോളെ അമ്മാവനെ നോക്ക്. അമ്മ നിന്റെ അടുത്ത് തന്നെ ഉള്ളത് മോളെ. ആ, ഒന്നുമില്ല, ഒന്നുമില്ല കേട്ടോ. ദേ നോക്ക്, മുത്തശ്ശിയെ നോക്ക്. മോളെ നിനക്കൊന്നുമില്ലടാ. നില, എല്ലാരും ഇവിടെ തന്നെ ഉള്ളത്. നോക്ക്. എന്താ മോളെ? എന്താ മോളെ? മോളെ അയ്യോ. മോളെ ഇവിടെ നോക്ക്, നോക്ക്. അമ്മേ നോക്ക് മോളെ, നോക്ക്. ഇവിടെ നോക്ക് മോളെ, ഒന്നുമില്ല നിനക്ക്. മോളെ നിന്നെ രക്ഷിച്ചു. എല്ലാവരും കൂടെ നിന്നെ കുഴിയുടെ അകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നില്ലേ? ആ, നിനക്കൊന്നുമില്ലടാ. ആ, കേക്ക്, നിനക്കൊന്നുമില്ല മോളെ. മോളെ നിനക്കൊന്നുമില്ല മോളെ. നോക്ക് മോളെ. പറയുന്ന ഒന്ന് കേൾക്ക് മോളെ. എല്ലാവരും നിന്റെ അടുത്ത് തന്നെ ഇല്ലേ? അമ്മയുണ്ട് ഇവിടെ. ഇങ്ങനെ പേടിക്കുന്നത്. വിജി, നിലമോൾക്ക് നല്ല ചൂടുണ്ടല്ലോ. നല്ല പനിയുണ്ടെന്ന് തോന്നുന്നു.